എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ടെ. അപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കി, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമാണ്. റീസെന്റ് പ്രൈം മിനിസ്റ്റർ acknowledged the stand-up India's role is empowering SC/ST communities. അപ്പൊ SC/ST ബന്ധപ്പെട്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യുന്നതിന് കാരണമായിട്ടെന്നാ പറയുന്നത് SC/ST വിമൻ ആൻഡ് ജോബ് ക്രിയേഷൻ അറ്റ് ദ കംപ്ലീഷൻ ഓഫ് 7 years. ഒരു സ്കീം 7 years 10 year 5 year ഒക്കെ ആവുന്ന സമയത്ത് UPSC ആ സ്കീമിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്വച്ഛ് ഭാരത് ഒക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രധാനപ്പെട്ട വളരെ അമ്പള്ള സ്കീമുകൾ ഉണ്ടാവല്ലോ. ഇപ്പൊ സ്റ്റാൻഡപ്പ്, സ്റ്റാർട്ടപ്പ്, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം, സ്വച്ഛ് ഭാരത്, അങ്ങനത്തെ പിന്നെ അതുപോലത്തെ തൊഴിലുറപ്പ് പദ്ധതി MGNREGA വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ വലിയ വലിയ സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജൻധൻ യോജന അങ്ങനത്തെ സ്കീമുകളൊക്കെ ഇത്ര വർഷം കഴിയുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് എന്താണ് അതിന്റെ ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ്, ഇത്തരം ഡാറ്റാസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കുന്നതും മനസ്സിലാക്കി വെക്കുന്നതും നല്ലതാണ്. UPS നമുക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്. മെയിൻസിൽ ഇപ്പൊ നിങ്ങൾ കൂടുതൽ മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് പ്രിലിംസിലെ ടോപ്പിക്കുകളൊക്കെ വായിച്ചു പോയിക്കോ. ഇതൊക്കെ വീണ്ടും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടി വരും, ഫാക്ച്വൽ ആയിട്ട്, കോൺസെപ്റ്റും ഫാക്ച്വലും ഒക്കെ ആയിട്ട്. UPSC മെയിൻസിലോട്ട് വരുമ്പോൾ അനലിറ്റിക്കൽ ലെവലാണ്. ഇപ്പൊ നമ്മളൊരു അനാലിസിസ് നടത്തുന്ന പോലെയാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പം എന്താണ് അതിന്റെ ബെനിഫിറ്റ്, എന്താണ് സംഗതി, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ്, കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ഒരു അനലിറ്റിക്കൽ ആണ്. അതിന് എന്തൊക്കെ ചലഞ്ചസ് ആണ്. ഇപ്പൊ ഈ ടോപ്പിക് ആയതുകൊണ്ടാണ് അല്ലാത്തൊരു ടോപ്പിക് വരുന്ന സമയത്ത് നമ്മൾ ചലഞ്ചസ് തന്നെ പല ആംഗിളിൽ പഠിക്കും. സോഷ്യൽ ചലഞ്ച്, എക്കണോമിക് ചലഞ്ച്, പൊളിറ്റിക്കൽ ചലഞ്ച്, അങ്ങനെയൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു അനലിറ്റിക്കൽ ലെവലാണ് നിങ്ങൾ മെയിൻസിന് ഒന്നുകൂടി പഠിക്കേണ്ടത്. അതേസമയത്ത് പ്രിലിംസിന് ഒന്നുകൂടെ ഫാക്ച്വൽ ആണ്. എന്താണ് സംഗതി, എന്താണത്, എത്ര വർഷം, എത്ര ഇത് ഡാറ്റ, അങ്ങനത്തെ വെച്ചുകൊണ്ട് ഫാക്ച്വലും കോൺസെപ്റ്റുവലും ആയിട്ടുള്ള മെയിൻലിയാണ് പഠിക്കേണ്ടത്. ഇത്തരത്തിൽ അനാലിറ്റിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് സാധ്യത കുറവാണ്. മെയിൻസിനാണ് ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാവുക, ആൻസർ ചെയ്യും വേണ്ടത്. അപ്പൊ ഇത് ഒരു അനാലിസിസ് തന്നെ, മറ്റൊരു അനാലിസിസ് ആണ്. ഇത്ര വർഷം കഴിഞ്ഞപ്പം 7 years ആയപ്പോ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാൻഡപ്പ് ഇന്ത്യ റീസെന്റ് പ്രൈം മിനിസ്റ്റർ 7 years ആയിട്ടുണ്ട്. ഇപ്പൊ സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിസ്റ്ററി എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്ത് 2016 മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വന്നത്. മിനിസ്റ്റർക്ക് നോക്കി നോക്കണം ഓരോ പ്രോഗ്രാമിന്റെ. പിന്നെ സ്കീംസ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് അപ് ടു 2025 വരെയാണ് ഉള്ളത് കേട്ടോ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊമോട്ട് ദ ഓൺടർപ്രണർഷിപ്പ് അമംഗ് ദ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. മെയിനായിട്ട് SC/ST ആണ്. മാത്രമാണോ? അല്ല, വിമണും ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരിൽ എന്ത് ചെയ്യാണ്, ഓൺടർപ്രണർഷിപ്പും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, അവരെയും കൂടി ഇന്ത്യന്റെ കൂടെ എന്ത് ചെയ്യാ, സ്റ്റാൻഡ് നിർത്താൻ ആലോചിച്ചാൽ മതി. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ദ ഓൾ ബ്രാഞ്ചസ് ഓഫ് ദി ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കാണ്ടോ. എല്ലാ ബ്രാഞ്ചസും. ഓൾ ദ കാര്യങ്ങൾ പൊതുവെ തെറ്റാണ്. ഈ ഒരു ഇത് ടോപ്പിക് പ്രിലിംസിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള ബേസിൽ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് ഇറ്റ് കവർ ദ ഓൾ ബ്രാഞ്ചസ് ഓഫ് ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, എല്ലാ ബ്രാഞ്ചും ഉണ്ടാവുമോ എന്നുള്ളത് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡൗട്ട് വരാനുള്ള സാധ്യത ഉള്ളതൊക്കെ നോക്കി വെക്കാം. നമ്മൾ ഓൾ, എനി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തെറ്റാൻ സാധ്യത കൂടുതൽ നമ്മൾ പൊതുവെ പറയാറ്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ബാങ്ക് ലോൺ കൊടുക്കുക ചെയ്യുക ഓഫ് ദി 10 to 100 lakh വരെയാണ് കൊടുക്കുന്നത്. പിന്നെ
ടു അറ്റ്ലീസ്റ്റ് 1 SC ST and 1 വിമൺ ബോറോവർ കൊടുക്കണം പെർ ബ്രാഞ്ച്. അപ്പൊ അവരെ പ്രൊമോട്ട് ചെയ്യാം. ഒന്ന് കൊടുക്കുന്ന ഒരു ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഇതിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. SC STക്കും വിമണ്ണും കൊടുക്കണം എന്നുള്ളതാണ് ലോൺ. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടപ്പോ എന്തെങ്കിലും ഒരു തുടങ്ങാൻ വേണ്ടി ഒരു സഹായത്തിലൂടെ കിട്ടുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്ലിക്കൻ ക്യാൻ ഡ്രോ അപ് ടു 10 lakhs വരെ ആസ് എ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കാൻ പറ്റും ബൈ ആൻ ഓവർ ഡ്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഡസ് നോട്ട് അലോക്കേറ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടോ ഇല്ല, പ്രത്യേകം അറിഞ്ഞിരിക്കാം. ഗവൺമെന്റ് ഡസ് നോട്ട് അലോക്കേറ്റ് ഫണ്ട് ഫോർ ദ ലോൺസ് അണ്ടർ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീംസ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റിയ ഫണ്ട്, ഒന്നെങ്കിൽ ഡയറക്ട്ലി അറ്റ് ദ ബ്രാഞ്ചിലൂടെ, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ പോർട്ടലിലൂടെ ത്രൂ ദ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ പ്രോഗ്രാം ഉണ്ട്, അതിലൂടെ LDM ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ഗവൺമെന്റ് നേരെ പൈസ കൊടുക്കുകയാണോ, അതല്ല. ഗവൺമെന്റ് അതിൽ ചില നിയമങ്ങൾ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിലൂടെ കൊടുപ്പിക്കണം, പ്രൈവറ്റ് സെക്ടർ ലെൻഡിങ് പോലെ. അതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാത്ത ഒരാൾക്ക് സാധ്യത കാണുന്നുണ്ട്, കാരണം ഗവൺമെന്റ് ഫണ്ടിങ് കൊടുത്തുകൂടാ ഇല്ലാന്ന് ചിന്തിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഗവൺമെന്റ് ഫണ്ടിങ് നേരിട്ട് കൊടുക്കുന്നില്ല, അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. സ്റ്റാൻഡപ്പ് ഇന്ത്യ എക്കോസിസ്റ്റം ഉണ്ട് കേട്ടോ. ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഉണ്ടാവുക. അപ്പൊ അവര് ഓരോ ബാങ്ക് ബ്രാഞ്ച് 1, 2, 3, 4 ആയിട്ടൊക്കെ കണക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ SIDB ആയിട്ട് കണക്ട് ചെയ്യും, ബാങ്കിങ് തന്നെയാണ്. അതുപോലെ തന്നെ കണക്ട് സെന്റേഴ്സ് നബാർഡ് ഉണ്ടാവും, ഇതൊക്കെ ലീഡ് ഡിസ്ട്രിക്ട് മാനേജറിൽ കണക്ട് ചെയ്യും. കണക്ട് സെന്റേഴ്സ് SIDB ആയിട്ട് അല്ലെങ്കിൽ നബാർഡിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവര് കണക്ട് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റൈറ്റ്സ്, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ്, MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ് SC ST ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റേഴ്സ്, ദളിത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി, സ്കില്ലിംഗ് സെന്റേഴ്സ്, വിമൻ എന്റർപ്രണർ അസോസിയേഷൻസിലൂടെ കണക്ട് ചെയ്ത്, അതാണ് നമ്മൾ നേരത്തെ ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ആക്സസിബിൾ ആക്കാം. അല്ല ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് കൊടുക്കല്ല ചെയ്യുന്നത്. ഇത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, ഇതിൽ പ്രകാരം ഫണ്ടിങ് കിട്ടാർക്കാണ്, ഒന്ന് SC ST ഒരു വിമൺ ആയിരിക്കണം, അബോ 18 years ആയിരിക്കണം ഏജ്, ബിലോ ഇല്ല കേട്ടോ. അപ്പൊ ഒരു പ്രൊജക്റ്റിനാ കിട്ടാം. ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ അതിനാ കൊടുക്കുക കേട്ടോ. അത് ഓൾറെഡി ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്, ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഉണ്ട്, അതിലേക്ക് പൈസ വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി ഇത് കിട്ടുന്നതല്ല. ഓക്കെ, ആണ് എല്ലാം അറിയേണ്ടത്. പിന്നെ എന്താ പറയുന്നത്, അറ്റ്ലീസ്റ്റ് 51% സ്റ്റേക്ക് ഷുഡ് ബി ഹെൽഡ് ബൈ ദ SC ST ഓർ വിമൻ എന്റർപ്രണർ ആയാലും മതി. അപ്പൊ നമ്മളിപ്പം സ്ത്രീകളെ പേരിൽ എടുത്താലും മതിയല്ലോ ചിലവുകൾ. അപ്പൊ അത് പോരാ, അവർക്ക് 51% എങ്കിലും ഷെയർ അവരുടേതായിരിക്കണം. പിന്നെ അവരുടെ പേരിൽ എടുത്തിട്ട് മറ്റൊരാൾ ബിസിനസ് തുടങ്ങിയാലും മതിയല്ലോ. അപ്പൊ അത് പറ്റില്ല, SC ST മെമ്പർക്ക് ആയിരിക്കണം അതിൽ 51% സ്റ്റേക്ക് ഉണ്ടാവേണ്ടത്. ബോറോവർ ഷുഡ് നോട്ട് ബി ഇൻ ഡിഫോൾട്ട് ഉണ്ടാവാൻ പാടില്ല. ഇൻ ഡിഫോൾട്ട് ടു എനി ബാങ്ക് ഓർ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പൈസ കൊടുക്കാത്ത ആളുകൾ, തിരിച്ചടവ് വേറെ എന്തെങ്കിലും ചെയ്ത് തെറ്റിച്ച ആളുകളാണ് അവർക്ക് കിട്ടുക. കിട്ടാത്തവർക്ക് പിന്നെ ബാങ്ക് കൊടുക്കണം നിർബന്ധിക്കാൻ പാടില്ല, ബാങ്കിനോട് ഗവൺമെന്റ് ആയാലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് കിട്ടൂല എന്ന് അറിഞ്ഞിരിക്കുക. സിവിൽ റൈറ്റ് ഒക്കെ നന്നായിട്ട് വേണം. ഇതൊക്കെയാണ് ഈ സ്കീമിന്റെ ഫീച്ചേഴ്സ്. ഇത്തരത്തിലുള്ള സ്കീംസുകൾ, ഈ സ്കീംസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രോസ്പെക്റ്റീവ് എന്റർപ്രണേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്ന് പ്രോസ്പെക്റ്റീവ് ബോറോവേഴ്സ് ടു ദി ബാങ്ക് ഫോർ ലോൺസ് ആണ്. ഓൺലൈൻ പോർട്ടലിലൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. SIDBA സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBA കുറിച്ച് നോക്കി വെക്കാം, നമ്മൾ പഠിക്കും എക്കോണമിയിലെങ്കിലും നോക്കുക കേട്ടോ. അപ്പൊ അത്തരം അതിലൂടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോസ്പെക്റ്റീവ് എന്റർപ്രണേഴ്സിനെ. പിന്നെ കൊലാട്രൽ ഫ്രീ ലോൺ ആണിത്. ഇപ്പൊ നമുക്ക് ലോൺ എടുക്കണമെങ്കിലൊക്കെ ഇപ്പൊ ഇത്ര ആളുകൾക്ക് ലോൺ ഭൂമിയൊക്കെ വെച്ചിട്ട് എടുക്കാൻ കഴിയുള്ളൂ, അതിന് കൊലാട്രൽ ഫ്രീ ആണ്. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ആളുകൾ സ്ത്രീകളെയും SC ST ഒക്കെ കൂടുതൽ പറ്റും ബാങ്കിങ് മേഖലയിലോട്ട് അടുപ്പിക്കാൻ പറ്റും അല്ലെ. അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അതേപോലെ തന്നെ ഫണ്ടിങ്, അൺഫണ്ടഡ് ആയിട്ടുള്ള മേഖല ഫണ്ടിങ് കൊടുക്കാനും ഇത് സാധ്യത ആവുന്നുണ്ട്. അപ്പോൾ SC ST പോലത്തെ ബാക്ക്വേർഡ് എല്ലാവരിലേക്കും എന്ത് ചെയ്യും, ഫിനാൻസ് ഇൻക്ലൂഷൻ. ഓക്കെ, അപ്പൊ അത് ഫിനാൻഷ്യൽ
ഇൻക്ലൂഷന് സാധിക്കും. ഇത്തരം സ്കീമുകളൊക്കെ എന്തായാലും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാവും. അത് അത്തരം ജനറൽ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ അതൊക്കെ നമുക്ക് എല്ലാത്തിലും എഴുതാം. ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാണ്. സ്കീംസ് ആർ പ്രൊവൈഡ് പോസ്റ്റ് സെറ്റപ്പ് അസിസ്റ്റൻസ് കൺസൾട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സോഷ്യോ എക്കണോമിക് എംപവർമെന്റ് ഇപ്പൊ ബാക്ക്വേർഡ് സെക്ഷൻസ് ആണല്ലോ വിമൺ SC/ST അവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മേഖലയിൽ കൊണ്ടുവന്ന് സോഷ്യോ എക്കണോമിക് എംപവർമെന്റ് ഒക്കെ എന്ത് ചെയ്യും അത് സാധ്യമാവുന്നുള്ളൂ. അതിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ ആയിട്ട് പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇത് ഒരുപാട് ചലഞ്ചസും ഇത് നേരിടുന്നുണ്ട്. ഒന്ന് ലിമിറ്റഡ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ആണ്. മാക്സിമം ലോൺ എന്ന് പറയുന്നത് 1 crore ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ സംടൈംസ് സ്മോൾ ആയിരിക്കും ഇൻ കേസ് ഓഫ് ദി എന്റർപ്രണേഴ്സ് എസ്റ്റാബ്ലിഷ് ഇൻ ദ മാനുഫാക്ചറിംഗ് ട്രേഡിംഗ് സെക്ടേഴ്സിലൊക്കെ ഒരു ബിസിനസ് മേഖല തുടങ്ങണമെങ്കിൽ ഇപ്പൊ 1 കോടി എന്ന് പറയുന്നത് ഇപ്പൊ കുറവാണ്. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് പറയാം. പിന്നെ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ദി പാരലൽ സ്കിൽ ഡെവലപ്മെന്റ് നടത്തുന്നില്ല. അപ്പൊ ഫണ്ട് മാത്രം കൊടുത്തോണ്ട് കാര്യം ഉണ്ടാവും. കാരണം അവർക്ക് കറക്റ്റ് ഓണ്ടർപ്രണർഷിപ്പ് നടത്താൻ വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ തന്നെ സെയിലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഫിനാൻസ് സെറ്റപ്പ് മാത്രം കൊടുത്താൽ പോരല്ലോ. പിന്നെ ബാങ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ട് അല്ലെ. പിന്നെ സ്കീംസ് ഓഫേഴ്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ബിലോ ദ മാർക്കറ്റ് റേറ്റ് ആണ് പലപ്പോഴും പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വയബിലിറ്റി ഓഫ് ദി സിസ്റ്റം എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ കൂടുതൽ ബാധിക്കും. ഓൾറെഡി പല ബാങ്കുകളും കടത്തിലാണ്. അതിനൊക്കെ ഗവൺമെന്റ് നിർബന്ധിച്ച് ഇത്ര പലിശ ഇൻട്രസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും അത് ബാങ്കിങ് മേഖലയെ ബാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ അത് നേരിടുന്ന ചലഞ്ചസ് ആണ്. അപ്പൊ നമുക്ക് വേഫറായിട്ട് എന്തൊക്കെ പറയാം. ഒന്ന് ഹോളിസ്റ്റിക് എംപവർമെന്റ് കൊണ്ടുവരണം. SC/ST പോപ്പുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക, സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഹോളിസ്റ്റിക് ആയിട്ട് അവർ എംപവർ ചെയ്യിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവയർനെസ് ജനറേഷൻ ഉണ്ടാക്കാം. കാരണം പല ആൾക്കും ഇത് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അവെയർ ആക്കണം ജനങ്ങൾ ഇതിനെ കുറിച്ച്. IEC എന്ന് പറയും. പിന്നെ കൺവേർജൻസ് വിത്ത് അതർ സ്കീംസ്. ഇപ്പൊ ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ അതും കൂടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കിട്ടുന്നവർക്ക് സ്കില്ലും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ള സ്കീം ഒരുപാട് സ്കീംസുകൾ ഉണ്ട്. അതും കൂടി ഇതിലേക്ക് വരാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്ര, ജൻധൻ യോജന അങ്ങനത്തെ പറയാൻ പറ്റും. പിന്നെ സ്ട്രെങ്തനിങ് ചെയ്യുക ബാങ്കിങ് സിസ്റ്റം കൂടുതൽ എന്ത് ചെയ്യുക ഓവറോൾ സ്ട്രെങ്തൻ ചെയ്യുക. ബാങ്കിങ് ഇപ്പൊ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് വരത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ബാങ്കിങ് മേഖലയെ കൂടി നമ്മൾ എന്ത് ചെയ്യണം സ്ട്രെങ്തൻ ചെയ്യണം എന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീംസ് ആണ്. ഫോർ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീംസിനുള്ള ഗവൺമെന്റ് സ്കീംസ് ഒരുപാട് സ്കീംസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്, സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ സ്കീം, അടൽ ഇന്നോവേഷൻ മിഷൻ, ആസ്പെയർ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട്, റോ മെറ്റീരിയൽ അസിസ്റ്റൻസ് സ്കീംസ്, പ്രധാനമന്ത്രി മുദ്ര യോജന, ഡിസൈൻ ക്ലിനിക് സ്കീംസ്. സ്കീം പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ഓർമ്മ വന്നപ്പം നമ്മുടെ വിഷന്റെ തന്നെ ഒരു 2000 ഇപ്പൊ നമ്മൾ PT 365 ഉണ്ടായിരുന്നല്ലോ. ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. നമ്മൾ അവസാനം ചെയ്യും, നിങ്ങൾക്കും ചെയ്യും. അപ്പൊ അതിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പൊളിറ്റി ഒരു വർഷത്തേക്ക് 2023 22-23 എങ്കിലും 22 മുതൽ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇപ്പൊ പൊളിറ്റി അങ്ങനെ ഓരോരോ സബ്ജക്ട് അതിലുണ്ട്. ഓരോ സബ്ജക്ട് മാത്രമേ ഒരു വർഷത്ത്. അപ്പൊ അതിലുണ്ട് ഗവൺമെന്റ് സ്കീം എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് സ്കീംസിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരുപാട് സ്കീംസ് എനിക്കൊന്നൊരു 100-150 സ്കീം അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചോ. സ്കീം പിന്നെ ഈ വർഷം നിങ്ങൾക്ക് അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് മാത്രം അവസാനം പഠിച്ചാൽ മതിയല്ലോ. ഒരുപാട് സ്കീം ഒന്നും ആഡ് ചെയ്യാണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു 10-20 സ്കീം വരെയൊക്കെ നമുക്ക് ടോട്ടലി ആഡ് ചെയ്യാണ്ടാവുള്ളൂ. അപ്പൊ ആ സ്കീംസ് നോക്കി വെച്ച് ആ മെറ്റീരിയൽ ഒന്ന് എടുത്തിട്ട് ഒരു ദിവസം ഒരൊറ്റ സ്കീം നിങ്ങൾ വായിച്ചു നോക്കുക. ഒറ്റ സ്കീം എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും 365 ദിവസം കൊണ്ട് നമുക്ക് ഒരു 300 ദിവസത്തിലധികം കഴിഞ്ഞിട്ടുണ്ടല്ലോ. 300 സ്കീംസ് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. ഒരു ദിവസം ഒരു സ്കീം വായിക്കാം. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം PDF പ്രിന്റ് എടുക്കുക കേട്ടോ. നന്നായിരിക്കും. വിഷയം തന്നെ വേണമെന്നില്ല. ഒരുപാട് ഗവൺമെന്റ് സ്കീംസ് എന്നുള്ള ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്കീംസിന്റെ മെറ്റീരിയൽ കിട്ടും. വിഷയം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായാലും മതി. അപ്പൊ അതിൽ സ്റ്റാർട്ടപ്പും സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രോഗ്രാം ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ അപ്പൊ നിങ്ങൾ ഓൾറെഡി വായിച്ചൊരു സ്കീം വീണ്ടും കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും. അത് റിവിഷൻ ചെയ്യാനും വായിക്കാനും മനസ്സിലാക്കാനൊക്കെ. അതുകൊണ്ട് ഗുണം ചെയ്യും. അതുകൊണ്ട് വിട്ടു പോകരുത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. പറ്റുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ അതിന്റെ PDF ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്ത് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. PT 365 ഉണ്ടോ പേഷ്യന്റെ ഇത് PT 365 അടിച്ചാൽ മതി. അടിച്ച് കാണിച്ചു തരാം കേട്ടോ. വിവരങ്ങൾ എടുക്കണം. അതിൽ ഞാൻ പറഞ്ഞോ ഗവൺമെന്റ് സ്കീംസ് 2 പാർട്ടായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്കീം പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഡൗൺലോഡ് ചെയ്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ സ്കീം ന്യൂസും ഫസ്റ്റ് ഉണ്ട്. പിന്നെ വീണ്ടും അതിൽ എക്സ്റ്റൻഷൻ കൊടുത്താണ് പാർട്ട് 1 പാർട്ട് 2. ഫസ്റ്റ് ഗവൺമെന്റ് സ്കീംസ് ന്യൂസ് എന്നുള്ള ഇത് എടുത്താൽ മതി.
തോന്നുന്നത് അത്യാവശ്യം പേജ് ഉണ്ട്, പക്ഷെ നല്ലതാണ്, വളരെ നല്ലതാണ്. അത് നിങ്ങൾ വായിച്ചു തുടങ്ങണം. അവസാനം നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പം ഈ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടെ സ്കീംസ് വരുന്നുണ്ട്. ഇപ്പൊ 127 പേജ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് മുതലാവും വായിച്ചാൽ കേട്ടോ. നല്ലതാണ്. നമ്മൾ സ്കീംസ് സെയിം സ്കീംസ് ആണ് ഈ വർഷം വരാനുള്ളത്. സ്കീംസിലൊന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും, കുറച്ചൊക്കെ അഡീഷൻസ് ഉള്ളൂ. ഞാൻ കാണിച്ചത് സ്കീംസ് ജസ്റ്റ് ഒന്ന് കാണിച്ചാ പറയുന്നില്ല. ഓരോ മിനിസ്റ്ററി വൈസ് സ്കീംസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ പഠിക്കാൻ ഈസിയാണ്. അഗ്രികൾച്ചർ മിനിസ്റ്ററിന്റെ സ്കീംസ് ന്യൂസിൽ വന്നാണെങ്കിൽ കൂടി ന്യൂസിൽ വരാത്ത വേണ്ട, നിങ്ങൾ പ്രധാനപ്പെട്ട സ്കീമുകൾ ന്യൂസിൽ വരുള്ളൂ. ആ സ്കീമിന് ഒരു വർഷം ന്യൂസിലൊക്കെ വരും കേട്ടോ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഹോർട്ടിക്കൾച്ചർ ഉണ്ടോ, ആകെ 3 സ്കീമേ ഉള്ളൂ. അങ്ങനെ മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ്, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് സയൻസ്, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് നോക്ക്. ഫിനാൻസിൽ വന്ന് ഇപ്പൊ ഉണ്ടോ ന്യൂലി ലോഞ്ചഡ് സ്കീംസ്, സ്കീം ന്യൂസ് ആണ്. സ്റ്റാൻഡപ്പ് ഇന്ത്യ ന്യൂസ് കഴിഞ്ഞ വർഷം ന്യൂസിൽ വന്നാണ്. സെയിം സാധനം ഇപ്പൊ സ്റ്റാൻഡപ്പ് ഇന്ത്യ അവിടെ നിന്ന് ഒരാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ സ്കീം പറയുമ്പോൾ വളരെ ഈസിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്രിന്റ് എടുക്കുക നിർബന്ധമായിട്ടും. ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റത്തെ പ്രിന്റ് എടുത്തോ, രണ്ടാമത്തെ പറ്റുമെങ്കിൽ 3 പ്രിന്റ് എടുത്തോ കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ സ്കീംസ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഈ ഇവിടെ പറഞ്ഞ സ്കീംസ് ഒന്നും കൂടി നല്ല ഈസി ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. തലയിലേക്ക് പോകുന്നത് നല്ലത്. പിന്നെ ഇപ്പൊ പഠിക്കാൻ ഒന്നുകൂടി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആണോ, വളരെ ഈസിയാണ് പഠിക്കാൻ വായിക്കാൻ. പണ്ടത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. എന്തുകൊണ്ട് ന്യൂസിൽ വന്ന്, പിന്നെ അതിന്റെ ഫാക്ട്സുകൾ. സെൻട്രലി സ്പോൺസേഡ് ആണ്, അതിന്റെ പർപ്പസ് എന്താണ്, നാച്ചർ എന്താണ്, ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, ഒബ്ജക്റ്റീവ് 2 ഒബ്ജക്റ്റീവ്, അതിന്റെ സാലന്റ് ഫീച്ചേഴ്സ്, ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ട്, പ്രീമിയം കൊടുക്കുന്നത് എത്രയാണ്, അങ്ങനെ പ്രീമിയം പെയ്ഡ് ചെയ്ത ഗവൺമെന്റ് എത്രയാണ്, ഇൻഷുറൻസ് സം ഓഫ് ദി ക്രോപ്സ് എത്ര, ഏരിയ ബേസ്ഡ് അപ്രോച്ച്, ടെക്നോളജി, കവറേജ് ഓഫ് റിസ്ക് ആൻഡ് എക്സ്ക്ലൂഷൻ കേട്ടോ. വളരെ ഈ പോയിന്റാ ഡീറ്റെയിൽ ആയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഒരു സ്കീം ഒരു പേജ് ഒക്കെ ഉള്ളൂ, 1 പേജ് 1.5 പേജ് 2 പേജ്. അപ്പൊ ഒരു ദിവസം ഒരു സ്കീം വായിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു സ്കീം മാറ്റിയിട്ട് ഒരു മിനിസ്റ്റർ ഒരു ദിവസം വായിക്കാൻ പറ്റിയാൽ നിങ്ങൾ അത്രയും നല്ലത് കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ സമയവും ഇതും പോലെ. ഓക്കെ, അത് വിട്ടു പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കി, ക്ലിയർ ചെയ്യും. ഈ മന്ത്ലി മെറ്റീരിയലിനെ പറ്റി എന്താ അറിയോ, മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലും കൂടി ഉണ്ടാവും. മറ്റേത് കുറച്ചൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലാണ്. എന്നെങ്കിലും ഓരോ സ്കീംസിനെ കുറിച്ചും വളരെ ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കും, അത് നന്നായിരിക്കും കേട്ടോ. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കി, ക്ലിയർ ചെയ്യും. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നോക്കേന്ന് അറിയിച്ചോ. ഈ രീതിയിൽ പോയാൽ മതി തോന്നാണ്. കറണ്ട് അഫയേഴ്സ് കുറച്ച് കറണ്ട് അഫയേഴ്സ് എടുക്കുക, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുക, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് സ്കീം കുറഞ്ഞ സമയം കൊണ്ട് സ്പീഡിൽ പറഞ്ഞ ഒരുപാടെണ്ണം എടുക്കാം, അത് ചെയ്യാതിരിക്കാണ് തോന്നുന്നു എല്ലാവരും. ഓക്കെ ആണല്ലോ, ശരി. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നന്നായിട്ട് വായിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളും വായിക്കുക, പറയാത്തതും വായിക്കുക കേട്ടോ. ശരി. ഓക്കെ then. Bye, good night. Thank you, sir. Good night. Yeah, good night.